എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോണത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം, അതായത് ഞങ്ങൾ താമസിക്കുന്ന റൂമിന്റെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങൾ, കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇഷ്ടംമാരുണ്ട്. അതിൽ 1 കിലോമീറ്റർ, ഏകദേശം 1 കിലോമീറ്ററിൽ കാണിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് ഞങ്ങൾ താമസിക്കുന്നത് മാസസ്കാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മാൾട്ടയിലെ സൗത്തേൺ റീജിയനിലുള്ള ഒരു പ്ലേസ് ആണ് മാസസ്കാല എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മുടെ റൂം മാസസ്കാല ടൗണിൽ തന്നെയാണ്. ഇത് ഒരു സീസൈഡ് ടൗൺ ആണ്, സിറ്റി സൈഡാണ്. ഒരു വില്ലേജ് ആയിരുന്നു പണ്ട്, ഇപ്പോൾ അതൊരു സിറ്റി ആയിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്. മെയിൻലി പണ്ട് ഫിഷിംഗ് ആയിരുന്നു, സീസൈഡ് ആയതുകൊണ്ട് തന്നെ മെയിൻലി പണ്ട് ഈ ഒരു പ്ലേസ് ഫിഷിങ്ങിലായിരുന്നു ഇമ്പോർട്ടൻസ്. ഇപ്പോൾ അത് ഡെവലപ്പായിട്ട് ഇപ്പോൾ അതൊരു ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. കാര്യം അത്രയും ഡെവലപ്മെൻറ്റ്സ് ഇവിടെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം നമുക്കപ്പോൾ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടിപ്പോൾ 3 months കഴിഞ്ഞു. ഇതുവരെ ഈ സ്ഥലം വരെ കണ്ടിട്ടില്ല. ഞാനും പോയിട്ടില്ല. ഞാനും ഇവിടെ കുറെ നാളായി, 2-3 വർഷം ഞാനിവിടെ. എന്നാലും നമ്മൾ ജോലിക്ക് പോകും തിരിച്ചു വരും, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇയാളിപ്പോ ഉള്ളതുകൊണ്ട് ആളുടെ കൂടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം, അത് നിങ്ങളും കൂടി കാണിക്കാം. ഇതുവരെ കുറെ അല്ലാതെ കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്, വേറെ വെള്ളച്ച അവിടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ സ്വന്തം സ്ഥലം കാണാമെന്ന് വിചാരിക്കണം. നമ്മുടെ സ്വന്തം സ്ഥലം മാസസ്കാല. നടന്നു പോകാൻ പറ്റുന്ന ടൈപ്പ് സ്ഥലങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണിക്കാം. നമ്മുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു പാർക്ക് ഉണ്ട്. കളിക്കാനും ഇതിനൊക്കെ എന്റർടൈനിങ് എല്ലാത്തിനും ആൾക്കാരുണ്ട്. ഈവനിങ് ആണ് കൂടുതൽ ആൾക്കാർ ഇവിടെ ഉള്ളത്. ഈ സമയത്ത് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. എന്നാലും ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് വെയില, അതുകൊണ്ട് പകല് പൊതുവെ ആള് കുറവാണ് പാർക്കിൽ. ഇപ്പൊ അവിടെ കുറച്ച് ഷെയ്ഡ് ഉള്ളതുകൊണ്ടിട്ടാണ് അവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ വീടിന്റെ ബാധിക്കാനുള്ള പാർക്ക്. നമ്മുടെ പാർക്ക് കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തോട്ടുള്ള എല്ലാ ഏരിയയിലും നമുക്ക് റെസ്റ്റോറൻറ്റ്സ്, ഇഷ്ടംമാതിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഫുള്ള് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. എവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ലൈൻ ഫുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ചിക്കിങ്, ഇതാണ് നമ്മുടെ സ്പോട്ട്. ഞങ്ങൾ ഇവിടെ നിന്നാണ് യൂഷ്വലി ഫുഡ് എന്തെങ്കിലും മേടിക്കാറുള്ളത്. ചിക്കിങ് ആണ് ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് ലൈൻ ഫുള്ള് കിടക്കുക, മൊത്തം റെസ്റ്റോറൻറ്റ്സ്. ബീച്ച് സൈഡ് എന്ന് പറഞ്ഞില്ലേ, ഇതാണ് ബീച്ച് സൈഡ്. ഇങ്ങനെ കറങ്ങി നിൽക്കും ഈ ഏരിയ ഫുള്ള്. ഇത് നമ്മുടെ നാട്ടിലേക്ക് ഒരു അഴിമുഖം സെറ്റപ്പ്. തെര വരൂല. കടല് തന്നെ, അത് കടല, അപ്പുറത്ത് കടലാണ്. ഞാൻ കാണിച്ചു തരാം. അവിടെ ആ ഭാഗത്തൊക്കെ തിരയടിക്കും, ഇവിടെ തിരയടിക്കൂല. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെയുള്ള തന്നെ വാട്ടർ, ഇത്തിരി തെളിഞ്ഞ വാട്ടർ ആയിരിക്കും ഈ സൈഡിൽ ഇങ്ങനെ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്സ്. ഞാൻ പറഞ്ഞില്ലേ, ലൈൻ ഫുള്ള് റെസ്റ്റോറൻറ്റ്സാണ്, റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ. അപ്പൊ ഞാൻ പോണ വഴിയൊക്കെ കാണിച്ചു തരാം. ആ അതെ, അതാണ് ഞങ്ങൾ പോണ വഴി. നമ്മളുള്ളത് നമ്മുടെ മാസസ്കാല പള്ളിയുടെ ഫ്രണ്ടിലാണ്. ഇവിടെ നമ്മൾ എല്ലാ ഞായറാഴ്ചയും വരാറുണ്ട്, പള്ളിയിൽ വരാറുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ഏരിയ ഉണ്ട്. ഒരു ഗാർഡൻ പോലത്തെ ഏരിയ ആണ്, പാർക്കൊന്നുമല്ല, ജസ്റ്റ് ഒരു ഗാർഡൻ പോലെയുള്ള ഏരിയ ഉണ്ട്. നമുക്ക് അവിടെ ചുമ്മാ കൂളായിട്ട് ഇരിക്കാൻ പറ്റിയൊരു
സ്പേസ് അവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ പള്ളിയുടെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് ബിൽഡിങ്സ് ഉണ്ട്. അതിൽ കുറച്ച് മേളിലോട്ട് പോകുമ്പോഴത്തേക്കും ഒരു സ്കൂളുണ്ട്. ഇപ്പം ആക്ച്വലി സ്കൂൾ വിട്ട ടൈമാണ്. കുട്ടികൾ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഈവനിങ് വരെ സ്കൂളൊന്നുമില്ല. ഇവിടെ ആകെ 2 മണി വരെ സ്കൂളുള്ളൂ, ഉച്ച വരെ ക്ലാസ് ഉള്ളൂ. അപ്പോൾ ഒരു കാര്യമുണ്ട്, രാവിലെ പോകണം. 7 മണിക്ക് 8 മണിക്ക് എന്തോ ക്ലാസ് പോകണം, അങ്ങനെയുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്കൂളിൻ്റെ ടൈം ആയതുകൊണ്ട് പിള്ളേരൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ഈ പള്ളിയുടെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അവിടെ ഫുൾ ടൈം എപ്പോഴും പോലീസുകാരൊക്കെ ഉണ്ടാവും. പിന്നെ അതേപോലെ ഇവിടുത്തെ എന്തോ മാസിസ്കാല കമ്മ്യൂണിറ്റിയുടെ ഒരു ഓഫീസും കൂടി ഈ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ പള്ളിയുടെ, നമ്മുടെ മാസിസ്കാല പള്ളിയുടെ സൈഡിലായിട്ടുള്ളൊരു സ്റ്റാച്ചു ആണ്. നമ്മുടെ മദറിന്റെ സ്റ്റാച്ചു ആണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, അങ്ങനെയല്ല, ഇവിടെ ഫുള്ളും മലകളാണല്ലോ. അപ്പം അതുകൊണ്ട് ഇതൊരു പാറ കെട്ടി അതിൻ്റെ ഉള്ളിലാണ്. നമ്മുടെ അവിടെയൊക്കെ ഇതേപോലെ സ്റ്റാറ്റു ഉണ്ട്, ഇങ്ങനെ പാറയുടെ ഉള്ളിലുള്ള പോലെ സംഭവമുണ്ട്. പക്ഷെ നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയിരിക്കുന്ന ഇത് പക്ഷെ ഒറിജിനൽ പാറ വെട്ടി ചെത്തി അതിൻ്റെ ഉള്ളിൽ മാതാവിനെ വെച്ചേക്കുവാണ്. നമ്മള് മെലീഹപ്പള്ളി പോകുമ്പോഴും അതെ, മെലീഹപ്പള്ളിയിലും അതെ, അതൊരു അടിയിലോട്ട് പോകണം. അതൊരു ഗുഹ സെറ്റപ്പ് പോലെ. അതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ഞങ്ങൾ വേറൊരു ദിവസം ചെയ്യാം. മെലീഹപ്പള്ളി അവിടുന്ന് വെള്ളത്തിൽ നിന്ന് വന്നവരാണ്, അങ്ങനെ പോകണം. അപ്പൊ അത് നമുക്ക് വേറെ ദിവസം വീഡിയോ. അത് നല്ല അത്ഭുതമുള്ള ഒരു പള്ളിയാണ് മെലീഹ. അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കാണെങ്കിലും ഞാൻ വന്ന് പ്രാർത്ഥിക്കാറുള്ളത് ഈ പള്ളിയിൽ, ഈ മാതാവിന്റെ അടുത്താണ്. നമ്മുടെ കോണ്ടാക്ട്സിലുള്ളവർക്ക് അറിയാൻ പറ്റും, നമ്മൾ യൂഷ്വലി സ്റ്റാറ്റസ് ഫോട്ടോസ് ഇവിടുത്തെ ഈ മാതാവിന്റെയും പിന്നെ മെലീഹ പള്ളിയിലെ ഫോട്ടോസാണ്. അതും ഇതേപോലെ ഒറിജിനൽ റോക്കിലാണ് ആ മാതാവിനെ വെച്ചേക്കുന്നത്. ഇതും അതേപോലെ തന്നെ ഒറിജിനൽ റോക്കിൽ തന്നെ ചെത്തി അവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. യാർഡിലാണ് ഇവിടെ ഫിഷിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ ബോട്ട് ഇറക്കും. പിന്നെ എന്താ ചെയ്യണേ, റിപ്പയറിങ് ചെയ്യും അല്ലേ. ബോട്ടിങ്ങിന് പോയതിനു ശേഷം വണ്ടി കയറ്റിടണം. ഈ ഡോക്കാണ് ഇതിലെ കൂടെയാണ് വണ്ടി കയറ്റി കരപ്പയിലോട്ട് കയറ്റിയിടണം. അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ. നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ചൂണ്ടിടാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതേ ചേട്ടന്മാർ ഇന്ന് ചൂണ്ടിട്ടുണ്ടിരിക്കണേണ്. ഇവിടെ ഒരാളുണ്ട്, ഇതിൻ്റെ അപ്പുറത്ത് ഒരാളുണ്ട്. മാസിസ്കാലയുടെ എൻഡിലുള്ളൊരു പ്ലേസ് ആണ് സോങ്കോർ എന്ന് പറയുന്ന പ്ലേസ്. ഇവിടെ ആക്ച്വലി ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്, ഇവിടെ കാണാൻ പറ്റും. ഇതൊരു
ഡൈവ് ഏരിയ നമ്മൾ യൂഷ്വലി കാണാറുണ്ടല്ലോ ലക്ഷദ്വീപിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഡൈവ് ഏരിയാസ് ഉണ്ട്. അതേപോലെ ഇവിടെ ഉള്ളൊരു ഡൈവ് സ്പോട്ട് വരുന്നത് ഇവിടെ ഒരെണ്ണമുണ്ട്. വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമായിരിക്കില്ല. മാസസ്കാലയിലുള്ള ഡൈവ് സ്പോട്ടാണ് ഇവിടെ സോങ്കോറിലാണ് വരുന്നത്. എൻഡ് മാസസ്കാലയിലെ ഏറ്റവും എൻഡ്, അതായത് സത്യം പറഞ്ഞ മാൾട്ടയുടെ ഒരു സൗത്ത് എൻഡ് എന്ന് നമുക്ക് പറയാം. പിന്നെ അങ്ങോട്ടില്ല, ഫുൾ കടലാണ്. ഇവിടെ മൊത്തം ഈ പറഞ്ഞ പോലെ കടലും കരിയും ആ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട്. കടലും കരിയും ആ ഒരു ഐലൻഡ് ആണ്, അറിയാലോ മാൾട്ട ഒരു ഐലൻഡ് ആണ്. അപ്പൊ ഫുൾ ചുറ്റിനും കടലാണ്. അപ്പോൾ ഇതിന്റെ ഇടയിലോട്ട് നമുക്ക് അന്ന് നേരത്തെ നമ്മൾ കണ്ടപോലെ അഴിമുഖം പോലെ എല്ലാം കടലിലെ വെള്ളം തന്നെയാണ് എല്ലായിടത്തും കയറി വരുന്നത്. അങ്ങനെ അപ്പൊ ഇപ്പൊ ഇത് മാൾട്ടയുടെ ഒരു എൻഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പറയുന്നല്ല, അങ്ങനെ തന്നെയാണ്. കാര്യങ്ങളൊക്കെ ഉണ്ട്. പാറക്കെട്ടാണ്, സൂക്ഷിച്ചടക്കണം. ഹോൾസ് ഒക്കെ ഉണ്ട്, സൂക്ഷിച്ച് കിടന്നില്ലേ നമ്മ നിലത്ത് വീഴും, ഉറപ്പായിട്ടും വീഴും. ഇത് കണ്ട ഇതുപോലെ റിസ്ക് സംഭവം നല്ല രസമൊക്കെയാണ് കാണാൻ, പക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മ തീറ്റ് വീഴും. പിന്നെ ഇവിടെയൊക്കെ കണ്ട അടിക്കും, തര അടിക്കും. ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം. ഇപ്പം ഇവിടെ കണ്ട ആളുകളൊന്നും ഇല്ല, വളരെ കുറവാണ്. നമ്മുടെ സമ്മർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ആളുകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം ഈ കാണുന്ന സ്പോട്ടുകൾ ഫുള്ള് ആളുകൾ വരും. അവർ ഗ്രില്ലടിക്കാനും അങ്ങനെ അതിന് ഇതിനൊക്കെ ഉള്ള ഫുള്ള് കാര്യങ്ങളെല്ലാം ചെയ്യലായിരിക്കും. കൂടാ ബിസി ആയിരിക്കും ഈ ഏരിയ. ഇപ്പം കണ്ട നല്ല ശാന്തമായിട്ടിരിക്കല്ലേ. തണല് നോക്കി ഒരു പാറയുടെ സൈഡിലാണ് ഒടുക്കത്തെ വെയിൽ, ഒടുക്കത്തെ വെയില. അതെ, പൊന്നൊരു രക്ഷയില്ലാത്ത വെയില്. അപ്പൊ അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നമ്മുടെ സ്വന്തം ലൈസ്, നമ്മുടെ നാട്ടിലെ സ്വന്തം പച്ച ലൈസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടത്തെ ലൈസ് വേറെയാ. ഇതിപ്പോ നമ്മുടെ സ്വന്തം നാട്ടിലൊരു ഒരു മലയാളി കടയുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളൊക്കെ കിട്ടും. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലാണ് ഇന്നത്തെ. ഇതാണ് മിനി ബ്ലൂ ഹോൾ എന്ന് പറയുന്നൊരു സംഭവം. ആക്ച്വലി ഇത് കടലിൻ്റെ അവിടെ നിന്ന് മാറിയിട്ട് ഉള്ളൊരു ഹോൾ സെറ്റപ്പാണ്. ലൈക്ക് എ വെൽ സെറ്റപ്പാണ്. പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളം, നമുക്ക് മനസ്സിലാവുമെന്നറിയില്ല. നല്ല ബ്ലൂ കളറിലെ വെള്ളമാണ്. നമുക്ക് അടി വരെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ കണ്ടോ ഒരു ഇത് സത്യം പറഞ്ഞ ഒരു പ്ലാന്റ് ആണ്. പക്ഷെ പ്ലാന്റിൻ്റെ കളർ കണ്ടോ നിങ്ങൾ, വേറൊരു ടൈപ്പ് കളറിലുള്ളൊരു പ്ലാന്റ്സ് ആണ് ഉള്ളത്. അങ്ങനെതാ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അടിയിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം ഇവിടെയും നല്ലപോലെ വേവ്സ് വരുന്നുണ്ട്. എന്നുവെച്ചാൽ ഇത് നമ്മള് നോക്കുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഒരിതും ഇല്ല, ഒരു കണക്ഷനും കടലുമായിട്ട് കാണുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും നല്ലപോലെ ഇവിടെയും വേവ്സ് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ നിന്ന് വെള്ളം അങ്ങോട്ട് കയറിയിട്ട് അവിടെ നിന്ന് വരെ വെള്ളം ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം
അണ്ടർഗ്രൗണ്ടിൽ കൂടി എന്തോ കണക്ഷൻ ഇതുമായി. അപ്പം അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്രയുടെ ഏകദേശം എൻഡ് പോയിന്റ് ആയിട്ടുണ്ട്. മാസിസ് കായലാട് തന്നെ ഒരു കോർണറിൽ എത്തിയേക്കണ ലൊക്കേഷൻ ഞാൻ പിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അടിയിൽ. ഇത് കണ്ടില്ലേ, ഇത് ഏകദേശം എന്താ വേണ്ട ഈ ആളുകൾക്ക് സമ്മർ ടൈമിൽ വന്നിട്ട് അവർക്ക് ഗ്രില്ല് ചെയ്യാനും ഇതിന് വേണ്ടിയിട്ടൊക്കെ അവർ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കണ സെറ്റപ്പാണ്. കണ്ട, ഇതാണ് സംഭവം. അറിയില്ല കേട്ടോ, ഇവിടെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്, അറിയില്ല എന്താന്ന്. എനിവേ ഇവിടെ നമ്മളിങ്ങനെ കണ്ടില്ല, അപ്പുറത്തോട്ട് കിടപ്പുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം വല്ലറ്റ വരെയൊക്കെ പോകാൻ പറ്റും. നടന്ന് വല്ലറ്റ വരെ ഇറങ്ങാൻ പറ്റും. പക്ഷെ അതിനുള്ള ശക്തി നമുക്കില്ല. ഞാൻ ഈ സ്ഥലം ഒന്ന് ജസ്റ്റ് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം നമ്മുടെ യാത്ര ഇന്നത്തെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.